ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഞാൻ ഇന്നും ഓൾമോസ്റ്റ് ഒരു 4ഓളം കമ്പനീസിൻ്റെ വേക്കൻസി ആയിട്ടാണ് ഞാൻ ഇന്നും വന്നേക്കുന്നത്. വ്യത്യസ്തമായ ദുബായിൽ ജോബ് നോക്കുന്നവർക്ക് ഹെൽപ്ഫുള്ളായ ഓൾമോസ്റ്റ് ഒരു 4ഓളം കമ്പനീസിൻ്റെ വേക്കൻസീസാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും എപ്പോഴും ദുബായിൽ നമുക്ക് ഫ്രഷേഴ്സിന്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റ് ലെവലിൽ പറ്റുന്നവർക്ക്, അതുകൂടാണ്ട് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അനുയോജ്യമായ ഒരു ജോബ് വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും വരുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്നാ നമ്മുടെ ഇലക്ട്രിക്കൽ വേക്കൻസീസ് ഉണ്ടോ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് വേക്കൻസീസ് ഉണ്ടോ, ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ അതിനനുസരിച്ചൊരു ജോബ് വേക്കൻസിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. അൽ-റസീലക് അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് careers@rais.ae എന്ന് പറയുന്ന മെയിലിലേക്കാണ് ഞാൻ മെയിൽ അയക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അയക്കുന്നത് അത് മെൻഷൻ ചെയ്യുക. കാരണം ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ CV ടു ദ പൊസിഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചർ എന്ന് തന്നെ മെൻഷൻ ചെയ്യുക. രണ്ടാമത് വരുന്നതാണ് എലൈറ്റ് പ്രൈം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സർവീസിലേക്ക് സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ട് വേക്കൻസീസ് ആണ് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക് വേക്കൻസീസ് ഉണ്ടോ എന്ന്. അപ്പോൾ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിലേക്ക് ഒരു എലൈറ്റ് പ്രൈം ഇലക്ട്രിക്കൽ മെക്കാനിക് സർവീസിലേക്ക് വന്നിട്ടുണ്ട് വേക്കൻസീസ്. മെയിൽ അയക്കേണ്ടത്, ഞാൻ മെയിൽ ഐ ഡി ഏതായാലും എൻ്റെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം, ഏതായാലും പറഞ്ഞേക്കാം. hiring@eliteprime.qa.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. hiring.ce@eliteprime.qa.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് സെറോണെ സൊല്യൂഷനിലേക്ക്, ഖത്തറിലുള്ള സെറോൺ സൊല്യൂഷനിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്, സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ. എന്നോട് കുറേ പേര് ചോദിച്ചൊരു വേക്കൻസിയാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടോ, അവൈലബിൾ ആണോ. അപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ വേക്കൻസി ദുബായിലും ഖത്തറുമായിട്ട് കുറേ ഉണ്ട്. അപ്പം അതിലൊന്നാണ് ഇപ്പം ഖത്തറിൽ സെറോൺ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പം മെയിൽ അയക്കേണ്ടത് alfredon@seronSolutions.com എന്ന് പറയുന്ന മെയിലിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ സ്ക്രീനിലും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും നോക്കിയാൽ മനസ്സിലാവും. ഞാൻ രണ്ടിടത്തും എൻ്റെ ഈ ഡീറ്റെയിൽസ് ഫുൾ കൊടുക്കുന്നത്, അതായത് കമ്പനി ഡീറ്റെയിൽ, വേക്കൻസി, അതുപോലെ തന്നെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ. പിന്നെ നാലാമതായിട്ട് വരുന്നതാണ് AIC സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക്. എന്നോട് കുറേ പേര് ചോദിച്ച വേക്കൻസീസ് ആണ്. QC എഞ്ചിനീയർ, വെൽഡിംഗ് സൂപ്പർവൈസർ, അങ്ങനത്തെ കുറേ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്, അങ്ങനത്തെ കുറേ വേക്കൻസീസ് ഈ AI സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ഞാൻ പറയാം. QC എഞ്ചിനീയറായിട്ട്, QC വെൽഡിംഗ് സൂപ്പർവൈസറായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. മെക്കാനിക് സൂപ്പർവൈസറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. മെഷീൻ ഓപ്പറേറ്ററിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അത് ജൂനിയർ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അറ്റ്ലീസ്റ്റ് 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. പിന്നെ എന്താണ് ഡീസൽ ജനറേറ്റർ ടെക്നീഷ്യൻസ് വേക്കൻസി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4-5-6ഓളം വേക്കൻസീസ് ആണ് ഈ AIC സ്റ്റീലിലേക്ക് വന്നേക്കണം. മെയിൽ അയക്കേണ്ടത് recruitment@AICsteel.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റിൽ CV ടു ദ പൊസിഷൻ ഓഫ്, പിന്നെ ഏത് പൊസിഷനിലേക്കാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. രണ്ടാമത്തതായിട്ട് സബ്ജക്റ്റ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പം ബോഡിയിൽ നിങ്ങളുടെ ചെറിയൊരു ബ്രീഫ് കൊടുക്കുക. CV ടു മൈസെൽഫ് I have this much year of experience, I worked in this property before എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെറിയൊരു ബ്രീഫ് കൊടുത്തിട്ട് ബയോഡാറ്റ അറ്റാച്ച് ചെയ്യുമ്പോൾ ബയോഡാറ്റയുടെ നെയിമും നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസിഗ്നേഷനും ആയിരിക്കണം. അപ്പോൾ ഇനി പുതിയ വീഡിയോസും പുതിയ ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. ഒരു ടിപ്സ് കൂടി ഞാനിപ്പം അധികം ഒരു വീഡിയോസിൽ ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് ചെറിയ ഇൻ്റർവ്യൂ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെന്ന്. അപ്പോൾ ഇനി പുതിയ വീഡിയോസും പുതിയ വേക്കൻസീസും ഒക്കെ ആയി വരുന്നവരും വരെ ബൈ സൈനിങ് ഓഫ് ഈഗിൾ എസ്റ്റേറ്റ് ജോബ്സ്.